ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, ഒരു നിമിഷത്തെ സംയമനം, ഒരു നിമിഷത്തെ ഏറ്റുപറച്ചിൽ, അത് മതിയായിരുന്നു എൻ്റെ ജീവിതം സുന്ദരമാക്കാൻ എന്ന്. ഇന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം വലിയ വേദനയാ, ദുഃഖമാ. അദ്ദേഹം കൂട്ടിച്ചേർത്തു, വിവാഹം കഴിഞ്ഞു, സന്തോഷത്തോടെ ജീവിതം ആരംഭിക്കുക ചെയ്യുന്നത്. യുവത്വത്തിൻ്റെ തിളപ്പും എടുത്തുചാട്ടവും എല്ലാം ഉണ്ടായിരുന്നു. ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ പലപ്പോഴും കുറവുകളിലേക്ക് മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. 2 മക്കളുമുണ്ടായി. 7-7.5 വർഷം ഒരുമിച്ച് ജീവിച്ചു. ഇദ്ദേഹം എല്ലാ ദിവസവും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമായിരുന്നു. നമുക്കറിയാലോ, സ്നേഹമുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, മുറിപ്പെടുത്തുക എന്നുള്ളത്. അവസാനം അവർ തീരുമാനിച്ചു വേർപെട്ട് ജീവിക്കുവാനായിട്ട്. അങ്ങനെ അവർക്ക് ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ചു നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ തനിയെ ജീവിക്കുന്നത് വലിയ പ്രയാസത്തിലൂടെ പോയി. അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. 3 മാസം അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പം അവിടെയും അസ്വസ്ഥത, ആ ജീവിതവും താറുമാറായി. കുറച്ചു നാളുകൾക്ക് ശേഷം വേറൊരാളെ സ്വീകരിച്ചു. ഏകദേശം 8 മാസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെയും താളപ്പിഴകൾ. പിന്നെ 3-4 വർഷങ്ങൾക്ക് ശേഷം വേറൊരാളെ സ്വീകരിച്ചു. അത് ഏകദേശം 4.5 മാസം മാത്രം അതിന് ആയുസ്. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. പിന്നെ അദ്ദേഹം തീരുമാനമെടുത്തു, ഇനിയും ഇങ്ങനെയൊരു ജീവിതമില്ല. ഞാൻ കാരണം ആരുടെയും ജീവിതം ഇങ്ങനെ വഴിമുട്ടിക്കുവാനായിട്ട് പാടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, അച്ചോ, ആദ്യം ദൈവം തന്ന എൻ്റെ വിവാഹത്തിലെ ആ ജീവിത പങ്കാളി ദൈവം തന്ന ജീവിത പങ്കാളിയായിരുന്നു. ഒരു നിമിഷത്തെ സംയമനം, ഒരു നിമിഷത്തെ ഏറ്റുപറച്ചിൽ, അതുണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു എന്ന്. കുറേ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം ഉപേക്ഷിച്ചു പോയ ആ ജീവിത പങ്കാളിയും എൻ്റെ അടുക്കൽ വന്നു. കുറച്ചു നേരം സംസാരിച്ചു. അച്ചോ, ജീവിതത്തിൽ വലിയ വേദനയായിരുന്നു, ദുഃഖമായിരുന്നു. ജീവിതത്തിൻ്റെ ഒത്തിരി കർമ്മമണ്ഡലങ്ങളിലെ സഹായിക്കാനായിട്ട് ധാരാളം വ്യക്തികൾ വന്നു. നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി. ഈ 2 മക്കളെയും പഠിപ്പിച്ച് വലിയ നിലയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു. അവരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുകയാണ്. പക്ഷെ അച്ചോ, ഓർക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം സ്വീകരിച്ച ആ ജീവിത പങ്കാളി അദ്ദേഹം മാത്രമേ ഇന്നും ഉള്ളൂ, എപ്പോഴും ഉള്ളൂ. ഞാൻ വേറൊരാളെയും സ്വീകരിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ചില വാക്കുകൾ അതെൻ്റെ മനസ്സ് മരവിപ്പിച്ച് കളയുക. കുറേ നാളുകൾ കഴിയുമ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് പതുക്കെ എത്തുക. പക്ഷേ ആ തീരുമാനത്തിലേക്ക് വരാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ആദ്യ 7-7.5 വർഷം ജീവിച്ചപ്പോൾ എന്നും പറയാറുള്ള ഒരു കുത്തുവാക്ക്, അത് മറക്കാനായിട്ട് സാധിക്കുന്നില്ല, പൊറുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആയതിനാൽ തീരുമാനമെടുത്തു, നമുക്ക് നല്ല കൂട്ടുകാരായി, സുഹൃത്തുക്കളായി ജീവിക്കാം. ഇടയ്ക്ക് ഫോൺ വിളിക്കാം, കരുതാം, സ്നേഹിക്കാം, അത്രമാത്രം. സ്നേഹമുള്ളവരെ, ഇതാണ് വാക്കുകളുടെ ശക്തി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ വാക്കുകൾക്ക് ഒരു സ്വർഗത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നീറി പുകയുന്ന ജീവിതാവസ്ഥകളിലൂടെ നരകതുല്യമായ യാതനകളിലേക്കും വേദനകളിലേക്കും ഈ വാക്കുകൾക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രിയപ്പെട്ടവരെ, സംയമനത്തോടെ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ചോദിക്കാം. വാക്കുകൾ കൊണ്ട് പോർവിളി നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. വാക്കുകൾ കൊണ്ട് വീഴ്ത്തുക, തളർത്തുക, അങ്ങനെയുള്ള ഒരു കാലഘട്ടം. നമ്മളൊക്കെ എന്ത് നേടുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ? ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ആ വ്യക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. എന്നാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മിൽ നിന്ന് അകന്നുപോയ വ്യക്തികൾ, അവർ നമ്മിൽ നിന്ന് പാടെ അകറ്റപ്പെട്ടു. നമ്മെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, വേദനയാണ്. മുഖം തിരിച്ച് മാറി നടക്കുവാനായിട്ട് ശ്രമിക്കും. വലിയ ഭാരത്തോടെ, വലിയ വേദനയോടുകൂടിയാണ് ജീവിക്കുന്നത്.
സ്നേഹമുള്ളവരെ, ഉപയോഗിക്കുന്ന വാക്കുകൾ വിജ്ഞാനത്തോടെ ഉപയോഗിക്കാൻ, ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു വചനമുണ്ട്: എൻ്റെ അധരങ്ങൾക്ക് വിവേകത്തിൻ്റെ മുദ്രയും നാവിന് കാവൽക്കാരനും ഉണ്ടായിരുന്നുവെങ്കിൽ വാക്കുകൾ കൊണ്ട് ഞാൻ ഒരിക്കലും വീഴ്ത്തപ്പെടുകയില്ലായിരുന്നു എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങളുടെ നാവിനെ, വാക്കുകളെ അങ്ങ് നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ തന്നെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന്.